ഹലോ ഹായ് നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റെയിൽവേ ജോലിക്കായുള്ള ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേണ്ടുന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ, പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡേറ്റുകൾ തന്നെ നോക്കാം. അതായത് അപേക്ഷ അയക്കുന്നത് ജനുവരി 31 തന്നെ തുടങ്ങി, പക്ഷേ അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 2. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് പേയ്മെൻറ്റിന് മുമ്പിട്ട് വരെ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നിർത്തിയിട്ടുള്ളവർക്കാണെങ്കിൽ ഫീസ് അടയ്ക്കാൻ 2 ദിവസം കൂടെ ഡേറ്റ് ഉണ്ട്. അതായത് മാർച്ച് 4 വരെ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ചെയ്ത് കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്ഷൻ ചെയ്യാൻ 5 മുതൽ 14 വരെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഡേറ്റുകൾ. അതായത് മാർച്ച് 2 ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ഇതിൻ്റെ ഫീസ് എന്താണെന്ന് വെച്ചാൽ ജനറൽ OBCയിൽ പെട്ട മെയിൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ഫീസ്. പിന്നെ SC ST EBC ഫീമെയിൽ, EBC എന്ന് വെച്ചാൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ് ഇവർക്ക് 250 രൂപയാണ് ഫീസ്. പിന്നീട് ഈ ഫീസ് അടച്ചാലും നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് ചാർജ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ നമ്മുടെ അക്കൗണ്ടിൽ റീഫണ്ട് ആവുന്നതാണ്. ഇതിൻ്റെ ഏജ്, അതായത് മിനിമം 18 വയസ്സുണ്ടായിരിക്കണം, മാക്സിമം 33 വയസ്സാണ് പറയുന്നത്. പിന്നീട് നിയമാനുസൃത വയസ്സിളവുണ്ടായിരിക്കും. അതായത് OBCക്ക് 3 വർഷം, SCക്ക് 5 വർഷം, അങ്ങനെ നിയമാനുസൃത വയസ്സിളവുണ്ടായിരിക്കും. അതിനുശേഷം ഇതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ SC STക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് വേണം, OBCക്കാർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ജനറൽ കാസ്റ്റിന് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ SC STക്കാരുടെ ജാതി സർട്ടിഫിക്കറ്റും OBCയുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ 10th പാസ്സായിരിക്കണം, അതല്ലെങ്കിൽ ITI, അതല്ലെങ്കിൽ NIC. പിന്നെ 10th പാസ്സായവർക്ക് തന്നെ ഇതിൽ പറയുന്ന മുഴുവൻ പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ ITIക്കാർക്കും NIC സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് ചില പോസ്റ്റുകളിൽ മുൻഗണനയുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ടുണ്ട്, അതായത് നമുക്ക് പൈസ റീഫണ്ട് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അപേക്ഷ അയക്കുന്നതിന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മളെ ആധാർ വേണം, ആധാർ ലിങ്ക്ഡ് മൊബൈൽ വേണം. അതിനുശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എന്ന് വെച്ചാൽ SLC സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് നൽകണം. പിന്നെ ITI NIC സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ നമ്മൾ ലൈവ് ഫോട്ടോയാണ്, അതായത് നമ്മുടെ വെബ് ക്യാം ഉള്ളവരാണെങ്കിൽ വെബ് ക്യാമിൽ ഫോട്ടോ എടുക്കാം. അതല്ല QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോട്ടോ എടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് പ്ലേ സ്റ്റോറിൽ കയറി QR കോഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിൽ തന്നെ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് നമ്മൾ ഗൂഗിളിൽ rrbapply.gov.in എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ നമ്മുടെ RRBയുടെ സൈറ്റിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നീട് വരുന്ന വിൻഡോയിൽ അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ടടുത്തായി ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് മുമ്പേ RRBയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ആ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ വഴി കയറി പോകാം. അതല്ല ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള വഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് മുമ്പേ ചെയ്തവർക്കാണെങ്കിൽ RRB അക്കൗണ്ട് എന്നുള്ള ലോഗിൻ വഴി കയറി പോകാം. അതല്ല ലോഗിൻ വിത്ത് ആധാർ ആയാലും ഓക്കെ. അത് വേണ്ട, ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വിൻഡോയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ പിന്നീട് മുകളിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് കൺട്രി ഓഫ് നാഷണാലിറ്റി എന്നുള്ളിടത്ത് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തൊട്ടപ്പുറത്തോട്ട് ചോദിക്കുന്നത് നമ്മുടെ പേര്, പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ സെലക്ട് ജെൻഡർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് നൽകുക. നമ്മുടെ SLC സർട്ടിഫിക്കറ്റിലെ പോലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഫില്ല് ചെയ്ത് നൽകേണ്ടത്. പിന്നെ നമ്മുടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേരും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇമെയിൽ ID എന്നുള്ളിടത്ത് ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് നൽകുക. ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം ജനറേറ്റ് ഇമെയിൽ OTP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിലിനകത്തോട്ടൊരു OTP വരും. അത് തൊട്ടടുത്ത ബോക്സുകളിലായി ടൈപ്പ് ചെയ്ത് നൽകുക. ചെയ്ത് കഴിയുമ്പോൾ ഇമെയിൽ ID വെരിഫൈഡ് എന്നുള്ള മെസ്സേജ് കാണിക്കും. അതിനുശേഷം തൊട്ട് താഴെയായി നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം OTP ജനറേറ്റ് ചെയ്യുക. അപ്പോൾ OTP നമ്മുടെ മൊബൈലിൽ വന്ന OTP ടൈപ്പ് ചെയ്ത് നൽകി കഴിയുമ്പോൾ മൊബൈൽ വെരിഫൈഡ് എന്നുള്ളതും എഴുതി കാണിക്കും.
അതിന് തൊട്ട് താഴെയായി നമുക്ക് ഡിജി ലോക്കർ വഴി വെരിഫിക്കേഷൻ ചെയ്യാനും ആധാർ വഴി വെരിഫിക്കേഷൻ ചെയ്യാനുമുള്ള 2 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആധാർ ത്രൂ വെരിഫിക്കേഷനാണ് എടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴത്തെ ബോക്സിൽ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകാനുള്ള സ്ഥലമുണ്ട്. ചെയ്തതിന് ശേഷം തൊട്ടടുത്തായി കാണുന്ന ജനറേറ്റ് ആധാർ OTP എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്പർ തൊട്ടടുത്തായി ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം താഴെ ഒരു കൺസെൻറ്റ് ബോക്സ് ഉണ്ട്, അത് ആക്റ്റീവ് ആക്കണം. അത്രയും കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആധാറിൽ നൽകിയിരിക്കുന്നത് പോലെ നമ്മുടെ ഫോട്ടോയും മറ്റും കാണിക്കും. അതിനുശേഷം തൊട്ട് താഴെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതായത് പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പരെങ്കിലും ഉണ്ടായിരിക്കണം. അതിനുശേഷം ഏതെങ്കിലും ഒരു സിമ്പൽ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പൽ കൊടുക്കുക. #, ഡോളറിൻ്റെ സിമ്പൽ, എന്ത് വേണമെങ്കിലും കൊടുക്കുക. അതിനുശേഷം ആൽഫബറ്റും ഉണ്ടായിരിക്കണം. ഇത്രയും നൽകിയതിന് ശേഷം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൺഫേം പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് കൺഫേം പാസ്വേഡ്, അതായത് സെയിം തന്നെ രണ്ടിടത്തും ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങൾ നൽകിയ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്ത് നോക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ ക്യാപ്ച എന്നുള്ളിടത്ത് ആ ബോക്സ് ആക്റ്റീവ് ആക്കുക. ഇത്രയുമായി കഴിയുമ്പോൾ നൽകിയ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്ന ഒരു പ്രിവ്യൂ പേജ് വരും. അവിടെ എല്ലാം നന്നായിട്ട് വായിച്ച് നോക്കി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ ആ കൺസെൻറ്റ് ബോക്സ് ആക്റ്റീവ് ആക്കിയതിന് ശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ RRBയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് RRB അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. പിന്നീട് നമ്മൾ ന്യൂ ഹോം പേജ് പ്രവേശിക്കുകയാണ്. അവിടെയാണ് നമുക്ക് ലോഗിൻ വിത്ത് ആധാർ എന്നുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ ലോഗിൻ വിത്ത് ക്രെഡൻഷ്യൽസ് എന്നുള്ള ഓപ്ഷനോ വഴി കയറി പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് ആ ഹോം പേജ് വന്നു കഴിയുമ്പോൾ അവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് മുമ്പേ കാണിച്ചതുപോലെ നിങ്ങൾക്ക് ആധാർ വഴി OTP വഴി കയറി പോവുകയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നൽകിയ ലോഗിൻ വിത്ത് ക്രെഡൻഷ്യൽ, അതായത് നമ്മുടെ ഇമെയിൽ IDയോ പാസ്വേഡോ നൽകിയോ പിന്നെ കയറി പോകുന്നത് എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഏതാണോ സ്വീകാര്യമെന്ന് വെച്ചാൽ എടുക്കുക. ഞാൻ നമ്മുടെ പാസ്വേഡും ഫോൺ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് രണ്ടും നൽകി താഴത്തെ ക്യാപ്ച ആക്റ്റീവ് ആക്കിയതിന് ശേഷം ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നീട് വരുന്ന ഒരു ബോക്സിൽ നമുക്ക് സെൻഡ് ടു ഇമെയിൽ അല്ലെങ്കിൽ സെൻഡ് ടു ഫോൺ എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് സെൻഡ് ടു ഫോൺ എന്നാണെങ്കിൽ നമ്മുടെ ഫോണിനകത്തോട്ട് OTP വരും. അതല്ല സെൻഡ് ടു ഇമെയിൽ എന്നാണെങ്കിൽ ഇമെയിൽ OTP വരും. നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായതെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം അതായത് ഫോണിനകത്താണോ മെയിലിനകത്താണോ വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നീട് നമ്മൾ RRBയുടെ നമ്മുടെ ഹോം പേജ് പ്രവേശിച്ച് കഴിഞ്ഞു. അതായത് നമ്മുടെ പ്രൊഫൈലാണത്. അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കാനുള്ള അതായത് വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1 ഓഫ് 10th CPC എന്ന് പറഞ്ഞൊരു ബോക്സോട് കൂടി വിൻഡോയിലാണ് പ്രവേശിച്ചത്. അവിടെ നമുക്ക് RRBയുടെ ഡിവിഷൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിവിഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യുക. അവിടുത്തെ ഒഴിവുകളുടെ ഇതൊക്കെ നോക്കിയതിന് ശേഷം വേണം ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡിവിഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ചെന്നൈ ഡിവിഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന 2 ബോക്സുകളും ആക്റ്റീവ് ആക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നമ്മൾ നേരത്തെ നൽകിയ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടായിരിക്കും. അതിന് ശേഷമുള്ളത് മാത്രം ഫില്ല് ചെയ്താൽ മതി. അതായത് നമ്മുടെ മാറ്റർ സ്റ്റാറ്റസ്, പിന്നെ നമ്മൾ എക്സാമിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ലാംഗ്വേജ് ഏതാണെന്നുള്ളത്, പിന്നെ മദർ ടങ്, ജാതി, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ, അഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളോട് കൂടിയ ഒരു വിൻഡോയാണ് ഓപ്പണായി വരുന്നത്. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് നൽകുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് OBC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ OBCയുടെ സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതല്ല SC ST ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ജനറലാണ് സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കാത്തത്. ബോക്സിൽ അതാണ് എഴുതി കാണിക്കുന്നത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കറിയാം എന്നുള്ളതാണ് ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ബോക്സിൽ നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുത്തത്. ശേഷം പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ താഴത്തെ ബോക്സ്, അതായത് പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്നുള്ളത് ആക്റ്റീവ് ആക്കുക. അതല്ല വേറെ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നൽകിയ വിവരങ്ങളെല്ലാം സേവ് ആയിരിക്കും. അതിനുശേഷമേ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവൂ. പിന്നീട് വരുന്ന വിൻഡോയിൽ നമ്മൾ എക്സ് സർവീസ് ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ
ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അവിടേക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം തൊട്ട് താഴെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ഫീസ് നമുക്ക് റീഫണ്ട് ആവും. അതായത് ബാങ്ക് ചാർജിന് കഴിഞ്ഞുള്ള ഫീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് നൽകുക. അക്കൗണ്ട് നമ്പർ 2 പ്രാവശ്യം, അതായത് ഒരു പ്രാവശ്യം അടിച്ചതിന് ശേഷം വീണ്ടും കൺഫേം ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോവുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ് ആണ്, അതായത് 10ാം ക്ലാസ് മെട്രിക്കുലേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നൽകുക. നിങ്ങളുടെ ബോർഡ്, പിന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ഡേറ്റ് ഓഫ് പാസിങ്, പിന്നെ SLC സർട്ടിഫിക്കറ്റിൻ്റെ റോൾ നമ്പർ, പിന്നെ സർട്ടിഫിക്കറ്റ് നമ്പറും ചോദിച്ചിട്ടുണ്ട്. അത് സർട്ടിഫിക്കറ്റിൻ്റെതായി ഏറ്റവും മുകൾ ഭാഗത്തായി കാണുന്ന നമ്പറാണ് സർട്ടിഫിക്കറ്റ് നമ്പർ എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് നൽകുന്നത്. റോൾ നമ്പർ എന്നുള്ളിടത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകാം. എന്നിട്ട് തൊട്ട് താഴത്തെ ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഗ്രൂപ്പ് ഡി അയക്കുന്നതിന് മെട്രിക്കുലേഷൻ മാത്രം മതി. ഇപ്പോൾ ഡിഗ്രിയോ +2 ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഇതിന് 10ാം ക്ലാസ് മതി. അല്ലാതെ ITIയും NIC അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നിർബന്ധമായി ആഡ് ചെയ്ത് നൽകണം. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം ആഡ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് നൽകി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട പേജിലാണ് വരുന്നത്. അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് വെബ് ക്യാം ഉണ്ടെങ്കിൽ വെബ് ക്യാം വഴി ഫോട്ടോ എടുക്കാനും, പിന്നെ അല്ലെങ്കിൽ നമുക്ക് ക്യാപ്ചർ ലൈവ് ഫോട്ടോ എന്നുള്ളിടത്ത് വെബ് ക്യാം ഉള്ളവർക്ക് അതുവഴി എടുക്കുക. അതല്ലെങ്കിൽ ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈൽ എന്നുള്ളവർക്ക് മൊബൈൽ വഴി എടുക്കാം. മൊബൈൽ വഴി എടുക്കുന്നവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി QR കോഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വേണം ഇത് സ്കാൻ ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ സിഗ്നേച്ചറിൻ്റെ അളവ് അവിടെ തൊട്ടടുത്ത് പറയുന്നുണ്ട്, അതേപോലെ തന്നെ നൽകുക. അതിൽ പിക്സൽ എന്നുള്ള അളവ് എടുക്കുന്നതിനേക്കാൾ നല്ലത് ആ എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ കുറച്ചുകൂടെ, അതായത് 50 mm 20 mm കണിക, അതാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ തൊട്ട് താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചെയ്ത് അതായത് ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് അടുത്ത വിൻഡോയിൽ പ്രവേശിക്കുകയാണ്. അവിടെയാണ് നിങ്ങളെ പോസ്റ്റുകൾ കാണിക്കുന്നത്. അതായത് 10 പോസ്റ്റ് ഉണ്ട്. SLC ക്വാളിഫിക്കേഷൻ മാത്രം ആഡ് ചെയ്താൽ ഈ 10 പോസ്റ്റിനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ചിലത് ITI NIC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് മുൻഗണന. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഓരോ പോസ്റ്റ് സെലക്ട് ചെയ്യുക. ഒരു പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തൊട്ടടുത്തായിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓർഡറൊക്കെ അനുസരിച്ച് ക്ലിക്ക് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ സേവ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിവ്യൂ കാണിക്കുന്നതായിരിക്കും. അതെല്ലാം വായിച്ച് നോക്കി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്ത് ഫീസ് അടയ്ക്കുക. ഫീസ് അടയ്ക്കുന്നതിന് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ UPIയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത്രയും ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഫീസും അടച്ചതിന് ശേഷം പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയാണ് റെയിൽവേയിലേക്കുള്ള ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് അയക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ, അതായത് വില്ലേജിൽ നിന്ന് വാങ്ങിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങിച്ചു വെച്ചതിന് ശേഷം അപേക്ഷ അയക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും അതിനുള്ള നടപടികൾ തുടങ്ങുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.